നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ശബരിമല പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. ശബരിമല ദ്വാരപാലക ശില്പം പ്രത്യേക സംഘത്തെ അന്വേഷിക്കുവാൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തി. CMRL എക്സാലോജിക് ഇടപാട് മാത്യു കുഴൽനാടൻ MLA ഹർജി സുപ്രീം കോടതി തള്ളി. 9 വയസ്സുകാരിയുടെ പ്ലാസ്റ്ററിട്ട കൈ മുറിച്ചു നീക്കിയ സംഭവം 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. വാർത്തകൾ വിശദമായി. ശബരിമല പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. ശബരിമല വിഷയത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. രാവിലെ സഭ ചേർന്നയുടൻ ചോദ്യോത്തരവേളയിലേക്ക് കടന്നപ്പോൾ സർക്കാരിനെതിരെ ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. ബഹളം മൂലം ചോദ്യോത്തരവേള തടസ്സപ്പെട്ടതോടെ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ചു. തുടർന്ന് വീണ്ടും സഭ ചേർന്നെങ്കിലും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഹൈക്കോടതി നിരീക്ഷണത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ദേവസ്വം അധികാരികളും സർക്കാരിലെ ചിലരും ഈ സ്വർണ്ണക്കൊള്ളയിലും കൂട്ടുകച്ചവടത്തിലും പങ്കാളികളാണെന്ന് സതീശൻ ആരോപിച്ചു. ഈ സർക്കാർ വന്ന ശേഷം എപ്പോഴും ശബരിമല രാഷ്ട്രീയ വിവാദത്തിലാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ശബരിമല ദ്വാരപാലക ശില്പം പ്രത്യേക സംഘത്തെ അന്വേഷിക്കാൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തി. ശബരിമല ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട വിവാദം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഹൈക്കോടതി ചുമതലപ്പെടുത്തി. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാവും അന്വേഷിക്കുക. പ്രത്യേക സംഘം റിപ്പോർട്ട് നേരിട്ട് കോടതിക്ക് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും നിർദ്ദേശമുണ്ട്. അന്വേഷണ സംഘത്തിൽ 3 ഇൻസ്പെക്ടർമാരും പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടറും അംഗങ്ങളാണ്. CMRL എക്സാലോജിക് ഇടപാട് മാത്യു കുഴൽനാടൻ MLA ഹർജി സുപ്രീം കോടതി തള്ളി. CMRL എക്സാലോജിക് ഇടപാടിൽ മാത്യു കുഴൽനാടൻ MLAക്ക് വീണ്ടും തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിയിൽ ഇടപെടാനില്ലെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രീയ വിഷയത്തിന് കോടതിയെ വേദിയാക്കരുതെന്ന് അഭിപ്രായപ്പെട്ടു. അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ നേരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും കോടതി ആവശ്യം തള്ളിയിരുന്നു. ഇടപാടിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. വീണ വിജയനും ഇവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ 1.25 കോടി ലഭിച്ചുവെന്നാണ് ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെന്ന ആനുകൂല്യം ഉപയോഗിച്ച് മാസപ്പടി കൈപ്പറ്റിയെന്നാണ് വീണയ്ക്കെതിരായ പരാതി. 9 വയസ്സുകാരിയുടെ പ്ലാസ്റ്ററിട്ട കൈ മുറിച്ചു നീക്കിയ സംഭവം 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. 9 വയസ്സുകാരിയുടെ പ്ലാസ്റ്ററിട്ട കൈ മുറിച്ചു നീക്കിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. ജൂനിയർ റെസിഡന്റ് മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് സർഫറാസ് എന്നിവർക്കെതിരെയാണ് കൃത്യമായ ചികിത്സ നൽകുന്നതിൽ പിഴവ് വരുത്തിയെന്നതിന് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചത്. പല്ലശ്ശന സ്വദേശിയായ വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു നീക്കേണ്ടി വന്നത്. ചികിത്സാ വീഴ്ച സംഭവിച്ചതായി പരാതിപ്പെട്ടു നടപടി ആവശ്യപ്പെട്ടും കുടുംബം ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. ഇന്നലെ DMO നിയോഗിച്ച 2 അംഗ അന്വേഷണ സമിതി ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നടപടി. രാജസ്ഥാനിലെ ആശുപത്രിയിൽ തീപിടുത്തം, 8 രോഗികൾ വെന്തു മരിച്ചു. രാജസ്ഥാനിലെ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 8 രോഗികൾ വെന്തു മരിച്ചു. 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം പ്രതിപക്ഷ ശ്രമം പുകമറ നിലനിർത്താനെന്ന് മന്ത്രി MB രാജേഷ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പുകമറ നിലനിർത്താനാണ് പ്രതിപക്ഷം നിയമസഭയിൽ ശ്രമിച്ചതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് അഭിപ്രായപ്പെട്ടു. അവർ പറയും പോലെ പ്രാധാന്യമുള്ള വിഷയത്തിൽ അടിയന്തര പ്രമേയം പോട്ടെ, സബ്മിഷന് പോലും നോട്ടീസ് നൽകാതിരുന്നത് ഇതിന്റെ തെളിവാണെന്ന് MB രാജേഷ് ആരോപിച്ചു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുകയെന്നത് അപൂർവങ്ങളിൽ അത്യപൂർവ നടപടിയാണ്. സമനില തെറ്റിയ പോലെയാണ് പ്രതിപക്ഷം നീങ്ങിയതെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇതേവരെ സഭ ചേർന്ന 188 ദിവസങ്ങളിൽ 9 ദിവസം ഒഴികെ എല്ലാ ദിവസവും പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നതായും മന്ത്രി MB രാജേഷ് വെളിപ്പെടുത്തി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ
ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അത് അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്, കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. മലപ്പുറത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 6 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ശനിയാഴ്ചയാണ് കുട്ടിയെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഈ കുട്ടിയും മറ്റൊരു കുട്ടിയും ഉൾപ്പെടെ 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇടുക്കിയിൽ കാട്ടാന ആക്രമണം, തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പൂപ്പാറ സ്വദേശിയായ ജോസഫ് എന്ന വേലിച്ചാമിയാണ് എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാനക്കൂട്ടം സ്ഥലത്ത് തമ്പടിച്ചിരുന്നതിനാൽ ഒപ്പമുള്ളവർക്ക് അടുക്കാനാവാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. വിവരമറിയിച്ചിട്ടും വനം വകുപ്പ് അധികാരികൾ എത്താൻ വൈകിയെന്നാണ് പരാതി. പ്രദേശത്തെ കാട്ടാന സാന്നിധ്യത്തെക്കുറിച്ച് വനം വകുപ്പിന് വിവരം നൽകിയിരുന്നെങ്കിലും തുരത്താൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ കോടതി നടപടികൾക്കിടെ ഷൂ എറിയാൻ ശ്രമം. ഒരു കേസിന്റെ വിചാരണയ്ക്കിടെ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനാണ് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിക്കെതിരെ ഷൂ എറിയാൻ ശ്രമം നടത്തിയത്. സനാതന ധർമ്മത്തിനെതിരായ നീക്കങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് രാകേഷ് കിഷോർ ഡയസിനടുത്തേക്ക് നീങ്ങിയത്. സെക്യൂരിറ്റി ഓഫീസർ ഇടപെട്ട ഉടൻ ഈ നീക്കം ചെറുത്തു. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ഇത്തരം നടപടികൾ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തൃശൂർ ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ യുവാവിനെ കൊലപ്പെടുത്തി കത്തിച്ചു. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ യുവാവിനെ കൊലപ്പെടുത്തി കത്തിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. മരത്തംകോട് ചെറുവത്തൂർ സ്വദേശിയായ 61കാരൻ സണ്ണിയെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രകൃതി വിരുദ്ധ ബന്ധത്തിനിടെയാണ് കൊല നടത്തിയതെന്നാണ് അറസ്റ്റിലായ സണ്ണിയുടെ മൊഴി. ചൊവ്വന്നൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള സെന്റ് മേരീസ് ക്വാർട്ടേഴ്സിലാണ് സുമാർ 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിനെ പകുതി കത്തി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് മുറിക്കുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടെത്തിയ നാട്ടുകാർ കൊലപാതകം ആദ്യം അറിയുന്നത്. മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ പകുതി കത്തിയ മൃതദേഹം കണ്ടെത്തുന്നത്. റൂമിൽ വാടകയ്ക്ക് താമസിക്കുന്ന സണ്ണിയെ കാണാനുണ്ടായിരുന്നില്ല. തുടർന്ന് ഇയാൾക്കായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രാത്രി 7:30യോടെ തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് സണ്ണിയെ കസ്റ്റഡിയിലെടുത്തത്. നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇയാൾ. മറ്റു 2 കൊലക്കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് സണ്ണിയെന്ന് പോലീസ് വ്യക്തമാക്കി. ചുമമരുന്ന് ദുരന്തം. മരുന്നു കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കും. കോൾഡ്രിഫ് ചുമമരുന്ന് കഴിച്ച് 14 കുട്ടികൾ മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ മരുന്ന് കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കാൻ അടക്കമുള്ള കർശന നടപടികൾക്ക് നിർദ്ദേശം. ഇന്നലെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറി വിളിച്ച അടിയന്തര യോഗമാണ് തീരുമാനങ്ങൾ എടുത്തത്. മരുന്നുൽപാദകരായ കാഞ്ചീപുരത്തെ ശ്രേഷ്ഠൻ ഫാർമയ്ക്കെതിരെയാണ് നടപടി. കമ്പനിക്കെതിരെ ക്രിമിനൽ കേസും എടുക്കും. കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അനുവദിച്ചതിൽ കൂടുതൽ അളവിൽ ഡൈത്തലീൻ ഗ്ലൈക്കോൾ മരുന്നിൽ അടങ്ങിയതായാണ് കണ്ടെത്തൽ. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക സംസ്ഥാനങ്ങൾ കൂടി വിവാദമായ കോൾഡ്രിഫ് ചുമമരുന്നിന്റെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. തിരുമ്മൽ ചികിത്സാ കേന്ദ്രത്തിൽ പീഡന ശ്രമം, ഒരാൾ അറസ്റ്റിൽ. തിരുമ്മൽ ചികിത്സയുടെ പേരിൽ സ്ത്രീക്ക് നേരെ പീഡനത്തിന് ശ്രമിച്ച 54കാരൻ പിടിയിലായി. ആലപ്പുഴ ചേർത്തല തുറവൂർ പള്ളിത്തോട് സ്വദേശി ചന്ദ്രബാബു എന്നറിയപ്പെടുന്ന സഹലേഷ് കുമാറിനെയാണ് കൊല്ലം കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. കരുനാഗപ്പള്ളി കോടതിക്ക് സമീപമുള്ള വാടക വീട്ടിൽ അഗസ്ത്യൻ സിദ്ധ വൈദ്യ തിരുമ്മൽ ചികിത്സാ കേന്ദ്രം എന്ന പേരിൽ സ്ഥാപനം നടത്തി വരികയായിരുന്നു ഇയാൾ. എത്ര പഴക്കമേറിയ വേദനകളും ആയുർവേദ തിരുമ്മൽ ചികിത്സകൾ വഴി മാറ്റിത്തരുമെന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി വലിയ പരസ്യ പ്രചരണമാണ് ഇയാൾ ചെയ്തു വന്നിരുന്നത്. പരസ്യം കണ്ട് ചികിത്സിക്കാനെത്തിയ കണ്ണൂർ സ്വദേശിയായ സ്ത്രീയെയാണ് സഹലേഷ് കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പാലക്കാട് KSRTC ബസ്
MLA ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലി പ്രതിഷേധം. പാലക്കാട് KSRTC ബസ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലി പ്രതിഷേധം. പാലക്കാട് നിന്ന് പുതുതായി സർവീസ് ആരംഭിച്ച ബംഗളൂരു AC സൂപ്പർഫാസ്റ്റ് ബസ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഫ്ളാഗ് ഓഫ് ചെയ്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. പരിപാടി MLA-യുടെ താല്പര്യത്തിന് സ്വകാര്യമായി സംഘടിപ്പിച്ചുവെന്നാരോപിച്ച് CITU നേതൃത്വത്തിലുള്ള KSRTEU DYFI നേതാക്കൾ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഇന്നലെ രാത്രി 9-നാണ് പുതിയ സർവീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഫ്ളാഗ് ഓഫ് ചെയ്തത്. സാധാരണ ചെയ്യാറുള്ളതുപോലെ പുതിയ ബസ് വന്ന വിവരം ശനിയാഴ്ച സ്ഥലം MLA അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഇന്നലെ രാത്രി 8:30-ഓടെയാണ് MLA എത്തുമെന്ന വിവരം വിളിച്ചറിയിച്ചതെന്നും ഉദ്ഘാടനമോ ഫ്ളാഗ് ഓഫ് ചടങ്ങോ തന്റെ അറിവിൽ നിശ്ചയിച്ചിരുന്നില്ലെന്നും DTO വ്യക്തമാക്കി. 2025 സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പറിൽ 375 കോടിയുടെ റെക്കോർഡ് വിറ്റുവരവ്. 2025 സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പറിലൂടെ സർക്കാരിന് ലഭിച്ചത് 375 കോടിയുടെ റെക്കോർഡ് വിറ്റുവരവ്. 500 രൂപ മുടക്കി കണക്കുകൾ അനുസരിച്ച് 75 ലക്ഷം പേരാണ് ഇക്കുറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണത്തിൽ പങ്കാളികളായത്. കനത്ത മഴ കാരണം സെപ്റ്റംബർ 27 നിശ്ചയിച്ചിരുന്ന നറുക്കെടുപ്പ് നീട്ടിവെച്ചതോടെ ടിക്കറ്റ് വിൽപ്പനയും 100% കടന്നു. ആലപ്പുഴ തുറവൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശി ശരത് S നായർക്കാണ് TH 577 825 നമ്പർ ടിക്കറ്റിലൂടെ ഒന്നാം സമ്മാനമായ 25 കോടി രൂപ ലഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. ശബരിമല ദ്വാരപാലക ശില്പം പ്രത്യേക സംഘത്തെ അന്വേഷിക്കുവാൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തി. CMRL എക്സാലോജിക് ഇടപാട് മാത്യു കുഴൽനാടൻ MLA-യുടെ ഹർജി സുപ്രീം കോടതി തള്ളി. 9 വയസ്സുകാരിയുടെ പ്ലാസ്റ്റർ ഇട്ട കൈ മുറിച്ചു നീക്കിയ സംഭവം 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.